അമേരിക്കയിൽ ഇന്ത്യൻ പ്രവാസികളെയും വിദ്യാർത്ഥി സമൂഹത്തെയും ആകെ ഭീതിയിലാഴ്ത്തിക്കൊണ്ട് വീണ്ടും ഒരു അതിക്രൂരമായ കൊലപാതക വാർത്ത. ഉപരിപഠനത്തിനും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾക്കുമായി അമേരിക്കയിലേക്ക് കുടിയേറിയ തെലങ്കാന സ്വദേശിയായ 28-കാരൻ അൻഷുൽ കുഞ്ചയാണ് ഫിലാഡൽഫിയയിൽ അജ്ഞാതന്റെ വെടിയേറ്റ് മരിച്ചത്. ശനിയാഴ്ച രാത്രി പാർട്ട് ടൈം ജോലിയുടെ ഭാഗമായി പിസ്സ ഡെലിവറി നടത്തുന്നതിനിടെയാണ് യുവാവിന് നേരെ അതിക്രമമുണ്ടായത്. വ്യാജ ഓർഡർ നൽകി യുവാവിനെ ആസൂത്രിതമായി ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ 4 വർഷമായി അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ അൻഷുൽ കുഞ്ച ഹൈദരാബാദിൽ നിന്നും ബിടെക് ബിരുദം പൂർത്തിയാക്കിയ ശേഷമാണ് ഉപരിപഠനാർത്ഥം യുഎസിലേക്ക് പോയത്. ജീവിത ചെലവുകൾ കണ്ടെത്താനും വരുമാനം വർദ്ധിപ്പിക്കാനുമായി ശനി ഞായർ ദിവസങ്ങളിൽ പിസ്സ ഡെലിവറി എക്സിക്യൂട്ടീവായും അധിക ജോലി നോക്കി വരികയായിരുന്നു. ഇത്തരത്തിൽ ശനിയാഴ്ച രാത്രി ലഭിച്ച ഒരു ഓർഡർ അനുസരിച്ച് പിസ്സ നൽകാൻ ഫിലാഡൽഫിയയിലെ വിജനമായ ഒരു പ്രദേശത്ത് എത്തിയപ്പോഴാണ് യുവാവിന് നേരെ ആക്രമണം ഉണ്ടായത്. തലയ്ക്കൊന്നിലധികം തവണ വെടിയേറ്റ യുവാവ് സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെടുകയും പ്രതി വേഗത്തിൽ അവിടെ നിന്നും രക്ഷപ്പെടുകയും ചെയ്തു. അൻഷുലിന്റെ മരണം വെറുമൊരു യാദൃശ്ചികമല്ലെന്നും കൃത്യമായ കെണിയൊരുക്കി നടത്തിയ കൊലപാതകമാണെന്നും കുടുംബം ആരോപിക്കുന്നു. അൻഷുലിന്റെ സഹോദരി തൻവി വ്യക്തമാക്കുന്നത് പിസ്സ ഓർഡർ ചെയ്ത വിലാസത്തിൽ യഥാർത്ഥത്തിൽ ഒരു ഉപഭോക്താവും ഉണ്ടായിരുന്നില്ല എന്നാണ്. സഹോദരനെ ലക്ഷ്യം വെച്ച് ജനവാസമില്ലാത്ത സ്ഥലത്തേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വ്യാജ ഓർഡർ നൽകിയത്. മുൻപൊരിക്കൽ അമേരിക്കയിൽ വെച്ച് അൻഷുൽ സമാനമായ രീതിയിൽ കവർച്ചയ്ക്ക് ഇരയായിട്ടുണ്ടായിരുന്നു. അന്ന് അയാളുടെ മാലയും ഫോണും പണവും നഷ്ടപ്പെട്ടിരുന്നെങ്കിലും ജീവന് ഭീഷണിയാകുന്ന തരത്തിലുള്ള ആക്രമണം ഉണ്ടായില്ല. എന്നാൽ ഇത്തവണ യാതൊരു വസ്തുക്കളും കവരാതെ ജീവൻ മാത്രം എടുത്തത് വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് കുടുംബം വിശ്വസിക്കുന്നു.